ഈ തമ്മാടിത്തം ഇവിടെ നടക്കുന്നതിന്റെ കാരണം ഈ സോഷ്യൽ ഓഡിറ്റിങ്ങിന് വഴിയില്ലാത്തതുകൊണ്ടാണ്. പൊതുപ്രവർത്തകർ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങാത്തോടത്തോളം കാലം ഈ അരാജകത്വം ഇവിടെ തുടങ്ങും. ഉദ്യോഗസ്ഥ ഈ പറയുന്ന സ്വജനപക്ഷപാതം ഉണ്ടാവും. നീതി ഇവിടെ നടപ്പിലാവില്ല. വളരെ അപൂർവ ആളുകൾക്ക് നീതി നടപ്പാക്കാൻ സാധിക്കൂ. പോലീസ് സ്റ്റേഷനുകൾ ഈ പറയുന്ന ഒരു ക്രിമിനൽ സംഘങ്ങളുടെ കയ്യിലേക്ക്, അത് നയിക്കുന്നവരുടെ കയ്യിലേക്ക് കൊടുത്താൽ ഈ പുതിയ തലമുറ കയറി വരുന്ന പോലീസുകാർ എന്താ കാണുന്നത്? ഈ സാജൻസ് കരയിൽ നിന്ന് കാശ് വാങ്ങിയവൻ, ഈ രാജ്യദ്രോഹിയിൽ നിന്ന് കാശ് വാങ്ങിയവൻ ഈ സേനയെ നയിച്ചാൽ ഇതൊക്കെ താഴെയുള്ളവർക്ക് അറിയില്ലേ? നമസ്കാരം. അവസാനം ആ സത്യങ്ങൾ വിളിച്ചു പറയാൻ പിണറായി വിജയന്റെ വലങ്കൈയായ ഒരു MLA തന്നെ വേണ്ടി വന്നു. അതെ, PV അൻവർ എന്തൊക്കെ വിരോധിയാണെന്ന് കണ്ടാലും അദ്ദേഹം ഇപ്പോൾ വിളിച്ചു പറഞ്ഞുള്ള കാര്യങ്ങളെല്ലാം സത്യമാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു മാഫിയ കേന്ദ്രമാണെന്നും ക്രിമിനലുകളുടെ കേന്ദ്രമാണെന്നും അവിടെ നടക്കുന്നത് ഇല്ലീഗലായ കാര്യമാണെന്നും അതിന് നേതൃത്വം കൊടുക്കുന്നത് P ശശിയാണെന്നും അതോടൊപ്പം ADGP അജിത് കുമാർ, സുജിത് കുമാർ അടക്കം വല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് കേരളം ഭരിക്കുന്നതെന്നും DGPയേക്കാൾ വലിയ മന്ത്രിയായി DGP മന്ത്രിയായി അദ്ദേഹം വാണരുളുകയാണെന്നും എല്ലാ തെമ്മാടിത്തരങ്ങളും കാണിക്കുകയാണെന്നും കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. കള്ളക്കടത്ത്, കൊലപാതകം, തട്ടിക്കൊണ്ടുപോകൽ, ഇനി ബാക്കിയൊന്നുമില്ല. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിമിനൽ സംഘത്തിന്റെ തലവൻ ADGP അജിത് കുമാർ P ശശിയുമാണെന്ന് കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ PV അൻവർ. ശരിക്കും പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനും പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിനും ബോംബിട്ടിരിക്കുകയാണ് PV അൻവർ. നമുക്ക് പരിഭ്രാന്തരായിട്ട് പിണറായി വിജയനും സംഘവും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഓടി രക്ഷപ്പെടാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം ഇതിനെ തുടർന്ന് ധാരാളം ഹർജികൾ വരുന്നുണ്ട്. തെളിവുകൾ PV അൻവർ ഹാജരാക്കേണ്ടി വരും. അത്രയും ഗുരുതരമായ ആരോപണങ്ങളാണ് അദ്ദേഹം പരസ്യമായി പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം സുജിത് കുമാറുമായുള്ള സംഭാഷണങ്ങൾ, വേറെ ആളുകളുമായുള്ള സംഭാഷണങ്ങൾ എല്ലാം പുറത്തുവിട്ടിരിക്കുകയാണ്. എന്നാൽ പിണറായി വിജയൻ ADGP അജിത് കുമാർ സംരക്ഷിക്കുന്ന നിലപാടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. P ശശിയെയും വിട്ടുമാറാൻ അദ്ദേഹത്തിന് തയ്യാറല്ല. എന്തായാലും PV അൻവർ നടത്തിയ പത്രസമ്മേളനം നമ്മൾക്ക് പൂർണ്ണമായി ഒന്ന് കേട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ഇതിന്റെ യഥാർത്ഥ വശം മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ആ പത്രസമ്മേളനം കാണാം. ഇവിടെ വിഷയം വരുന്നത് ആ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഏൽപ്പിച്ച വലിയ ദൗത്യം, ഉത്തരവാദിത്വം സത്യസന്ധമായി അവിടെ നിർവഹിക്കപ്പെട്ടുവോ എന്നതാണ് ഇവിടുത്തെ രാഷ്ട്രീയപരമായ എൻ്റെ പ്രധാന പ്രശ്നം. അതില്ല എന്നതിന് ഒരുപാട് തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന പോലീസ് സൂപ്രണ്ട് ശശിധരൻ, നിങ്ങൾക്കറിയാം, നവകേരള സദസ്സ് മലപ്പുറം ജില്ലയിലേക്ക് കടന്നു വന്നു. നവംബർ 29-ാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അരീക്കോടായിരുന്നു. രാവിലെ 11 മണിക്ക്. ഉച്ചയ്ക്ക് ശേഷം നിലമ്പൂരിലായിരുന്നു. അരീക്കോട് ഉണ്ടായ ഒരു സംഭവം അന്ന് നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. അവിടെ ഈ നവകേരള സദസ്സിനെ അലങ്കോലപ്പെടുത്താൻ ചില യൂട്യൂബർമാർ അവിടെ കടന്നു വന്നു. അവർ ചില പ്രശ്നങ്ങളുണ്ടാക്കി. അവിടെ വന്ന ആളുകളുമായി വാക്കേറ്റമുണ്ടായി. ഇതെല്ലാം കണ്ട് നോക്കി നിന്ന പോലീസ് അപ്പുറത്തുണ്ട്. പോലീസ് ആ വിഷയത്തിൽ ഇടപെട്ടില്ല. അവിടെ ഉണ്ടായിരുന്ന സഖാക്കൾ ആ വിഷയത്തിൽ ഇടപെട്ടു. അവരെ ബലമായിട്ട് അവിടുന്ന് മാറ്റി. ആ സദസ്സിനെ, ആയിരക്കണക്ക് 10,000-ഓളം ആളുകൾ പങ്കെടുത്ത ആ സദസ്സിനെ അലങ്കോലപ്പെടുത്താൻ മുൻകൂട്ടി ഗൂഢാലോചന നടത്തി വന്നവരാണ് ഇവർ. പോലീസ് അനങ്ങിയില്ല. അങ്ങനെ ഈ വിഷയം പിറ്റേ ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട്, പിറ്റേ ദിവസം അദ്ദേഹം 30-ാം തീയതിയാണ്, നവംബർ 30. 1-ാം തീയതി അദ്ദേഹത്തെ രാവിലെ നവകേരള സദസ്സ് നടക്കുന്നതിന് മുമ്പ് പത്രസമ്മേളനത്തിൽ അവിടുത്തെ പത്രക്കാർ ഈ വിഷയത്തെക്കുറിച്ച് ചോദിക്കുകയുണ്ടായി. ഒരു 1.5 മിനിറ്റുള്ള ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മറുപടിയാണ്. ദയവായി അതൊന്ന് കേൾക്കുക. അരീക്കോട് ഇന്നലെയാണോ? ഇന്നലെയല്ലേ അവിടെ 7,605 ആള് നിവേദനം കൊടുത്തു. 7,605 ആള് നിവേദനം അവിടെ കൊടുത്തു. ആ 7,605 ആള് സുഗമമായിട്ട് നിവേദനം കൊടുത്ത് അവിടെ പോയി. ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഒരു പ്രശ്നം ഉണ്ടാകാത്ത കാര്യത്തിൽ പ്രശ്നമുണ്ട് എന്ന് വെട്ടി തീർക്കാൻ ചില ആൾക്കാർ കെട്ടിച്ചമക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്, മറ്റൊന്നുമല്ല. ദൃശ്യങ്ങൾ നിങ്ങൾ തന്നെ ഏർപ്പാട് ചെയ്തതാണെങ്കിൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും, എനിക്കതൊക്കെ പറയാൻ പറ്റും. നിങ്ങളിപ്പോ ഒരു
അനാവശ്യമായി തട്ടിക്കയറുമ്പോ അയാള് പിന്നെ എന്തെങ്കിലും പറയില്ലേ, നിങ്ങൾ ആ ദൃശ്യം എടുത്ത് കൊടുത്താൽ ആ ദൃശ്യാന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്. എന്താ സംഭവിച്ചെന്നറിയാം. 7605 ആള് പങ്കെടുത്തിയൊരു പരിപാടിയാണ് നിങ്ങൾ കൊച്ചാക്കി കാണുന്നത്. അതൊരു ശരിയായ മാധ്യമപ്രവർത്തനമല്ല കേട്ടോ. അപ്പോ ഇതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് പിറ്റേ ദിവസം, അതായത് ഡിസംബർ 1 പാലക്കാട് നടത്തിയ പത്രസമ്മേളനം. അതേ ദിവസം ഈ ശശിധരൻ ഈ പറയുന്ന പാർട്ടി പ്രവർത്തകർക്കെതിരെ 11ഓളം പ്രവർത്തകർക്കെതിരെ കേസിട്ടു. ചില്ലറ കേസല്ല, കളവ് കേസടക്കം. ആ പാവപ്പെട്ട ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകര് ഏകദേശം 3 ആഴ്ചയോളം ജയിലിൽ കിടത്തി. ഇവിടെയാണ് ഇതിന്റെ പ്രശ്നം. അപ്പോ ഇത് പൊളിറ്റിക്കൽ സെക്രട്ടറി ഹാൻഡിൽ ചെയ്യേണ്ട വിഷയമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ കൃത്യമായ സർക്കാരിന്റെ നയം വ്യക്തമാക്കുകയും അവിടെ അലങ്കോലപ്പെടുത്താൻ വന്നവരാണ് എന്ന് വ്യക്തമാക്കുകയും 7600 ചില്ലാനം ആളുകൾ പരാതി നൽകാൻ വന്നിട്ട് ഒരു പ്രശ്നവും ഉണ്ടായില്ല. 1-2 യൂട്യൂബർമാർക്ക് മാത്രമേ പ്രശ്നം ഉണ്ടാവുള്ളൂ. അപ്പോ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നതിനപ്പുറം മുഖ്യമന്ത്രി പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ന്യായമായി ഉൾക്കൊള്ളാതെ ഈ ഗവൺമെന്റിനെയും ഈ പാർട്ടിയെയും ഇല്ലായ്മ ചെയ്യാൻ പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പാണ് MR അജിത് കുമാറിന്റെ ഒപ്പമുള്ള കേരളത്തിലെ പോലീസിലെ ഒരു വിഭാഗം എന്ന് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം ആദ്യമായി സൂചിപ്പിക്കുന്നത്. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നമ്മുടെ വിഷയം വളരെ വിശാലമായ വിഷയമാണ്. ഒരു സമ്മേളനം കൊണ്ടോ 10 സമ്മേളനം കൊണ്ടോ നമുക്ക് ഇത് പൂർത്തീകരിക്കാൻ കഴിയില്ല. 32 മിനിറ്റ് ഈ പറയുന്ന സുജിത് ദാസ് സംസാരിച്ച ഒരു കോൾ റെക്കോർഡാണ് എനിക്ക് നിങ്ങളെ ഇന്ന് ഇവിടെ നിന്ന് കേൾപ്പിക്കാനുള്ളത്. അതിന്റെ മുമ്പായിട്ട് ഈ വാർത്തകളിൽ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നു. ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെതിരെ നിയമസഭയിൽ ഞാനൊരു പ്രസംഗം നടത്തി ഒരു അഴിമതി കേസുമായി ബന്ധപ്പെട്ട്. ആ അഴിമതി കേസിൽ എന്റെ പ്രസംഗം രേഖയായി എടുത്തുകൊണ്ട് ഹഫീസ് എന്ന് പറയുന്ന ഒരു പൊതുപ്രവർത്തകൻ തിരുവനന്തപുരത്തെ വിജിലൻസ് കോടതിയെ സമീപിച്ചു ഈ കാര്യം അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ട്. ആ വിജിലൻസ് കോടതിയിൽ അദ്ദേഹം അത് ഫയൽ ചെയ്തു. കോടതി പോലീസിനോട് റിപ്പോർട്ട് ചോദിച്ചു. പോലീസ് റിപ്പോർട്ട് കൊടുത്തു. എന്താ കൊടുത്തത്? ഇതിലൊരു കഴമ്പില്ല. അതിൽ കഴമ്പുണ്ടോ ഇല്ലേ എന്നറിയണമെങ്കിൽ ഈ വിഷയം കേരളത്തിന്റെ നിയമസഭയിൽ ഉന്നയിച്ചത് ഒരു MLA ആണ്. എന്നെ ഒന്ന് വിളിച്ച് ചോദിച്ചോ, എന്റെ അടുത്ത് സ്റ്റേറ്റ്മെന്റ് എടുത്തോ, നിങ്ങൾ ഈ പറഞ്ഞതിന്റെ എന്താണ് അടിസ്ഥാനം എന്ന് ചോദിച്ചോ? ഒന്നും ഉണ്ടായില്ലല്ലോ. MR അജിത് കുമാർ അങ്ങ് പറയാണ് ക്രൈംബ്രാഞ്ചിനോട്, നിങ്ങൾ അങ്ങനെ കൊടുത്തേക്ക്. കേരളീയ സമൂഹത്തില് വാക്കിന് വിലയില്ലാത്തവനായി ഞാൻ, അല്ലേ? ഒരു തെളിവും കിട്ടിയില്ല എന്നാണ് നിങ്ങളൊക്കെ എപ്പോഴും പറയുന്നത്. തെളിവുണ്ട്. ഞാനിപ്പോ ആ യുദ്ധത്തിലല്ല. അപ്പോൾ ഒരു MLA നിയമസഭയിൽ ഉന്നയിച്ച അടിസ്ഥാനപരമായ ഒരു വിഷയം കോടതി പോലീസിന്റെ നിലപാട് എന്താന്ന് ചോദിക്കുമ്പോൾ പോലീസ് പറയാണ് MLA അതിലൊരു അടിസ്ഥാനമില്ല. ഈ പോലീസാണോ നീതി നടത്തുന്ന MR അജിത് കുമാറാണോ ഈ ഗവൺമെന്റിനെ സഹായിക്കുന്നത്? അങ്ങനെ വിശ്വസിക്കാൻ നിങ്ങൾക്കൊക്കെ കഴിയുമെങ്കിൽ എനിക്ക് കഴിയില്ല. അപ്പോ ഇവിടെ വരുന്ന വിഷയങ്ങൾ ഞാനിതിലേക്ക് കടക്കാം. സത്യത്തില് ഈ പറയുന്ന, ഞാൻ ഇന്നലെ ഏതൊരു പത്രത്തില് നൊട്ടോറിയസ് ക്രിമിനലാണ് ADGP അജിത് കുമാർ എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് തോന്നുന്നു എന്താണ് MLA ഇങ്ങനെ നൊട്ടോറിയസ് ക്രിമിനൽ എന്നൊക്കെ പറഞ്ഞാൽ ക്രിമിനലിസത്തിന്റെ അങ്ങേയറ്റം അല്ലേ? നിങ്ങളൊക്കെ ഞെട്ടും, കേരളം ഞെട്ടും. നമുക്കൊന്നും വിശ്വസിക്കാൻ കഴിയില്ല. എനിക്കും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല ചിലതൊക്കെ കേട്ടപ്പോൾ. എന്ന് പറഞ്ഞാൽ ഈ MR അജിത് കുമാറിന്റെ റോൾ മോഡൽ ഒരു പക്ഷേ ദാവൂദ് ഇബ്രാഹിം ആണോ എന്ന് സംശയിച്ചു. എനിക്ക് ഫീൽ ചെയ്തതാണ്. ബോംബെ അധോലോകത്ത് ഒരു കാലഘട്ടത്തിൽ നടന്നു. ഇതിപ്പോ ലോകം മുഴുവൻ ഇത്തരം ക്രിമിനലിസം ഈ പറയുന്ന ഇതൊക്കെ ഒരു പരിധിവരെ അവസാനിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്തരം കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ ആ ലെവലിലേക്ക് പോണെങ്കിൽ ദാവൂദ് ഇബ്രാഹിമിനെ പോലെയുള്ള അവരുടെ ജീവചരിത്രം പഠിച്ചവനെ സാധിക്കും.
അതിൽ അട്രാക്ട് ചെയ്യണം. അതിൽ അട്രാക്ട് ചെയ്തവനാണ് ഈ എം.ആർ. അജിത് കുമാർ. ഞാൻ ഫോൺ കോളുകളുടെ കാര്യം നിങ്ങളോട് പറഞ്ഞു. അജിത് കുമാറിന്റെ ഫോൺ മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഭാര്യ മറ്റൊരാളുമായി സംസാരിക്കുന്ന ഫോൺ കോൾസ്, ഭാര്യയെ വിളിക്കുന്നത് ഭാര്യയുടെ ആങ്ങളെയാണ്. ആ ഫോണ് ഫോർവേഡ് ചെയ്ത് അതിന്റെ മറ്റേ അറ്റത്ത് കേരളത്തിലെയും ബോംബെയിലെയും കള്ളക്കടത്ത് സംഘത്തിലെ പണം ഇൻവെസ്റ്റ് ചെയ്യുന്ന വളരെ പ്രധാനികളായ കള്ളക്കടത്തുകാരാണ് മൂന്നാമത്തെ ഫോണിൽ. ട്രാക്ക് നോക്കിയാൽ എന്താ, എം.ആർ. അജിത് കുമാറിന്റെ ഭാര്യ അദ്ദേഹത്തിന്റെ ആങ്ങളയോട് സംസാരിച്ചു. ഒരു കുഴപ്പമില്ലല്ലോ. ആങ്ങളയുടെ അങ്ങേ തലയിലാണ് മറ്റേ ചങ്ങാതി. അപ്പോ ആ സ്ത്രീയെ ഞാൻ ഇപ്പോ ഇതിലേക്ക് വലിച്ച് ഇഴക്കാൻ ഇപ്പം നിൽക്കുന്നില്ല. കാരണം അതൊരു സ്ത്രീയാണ്. എൻ്റെ ഉമ്മ 14 പ്രസവിച്ചതാണ്. എനിക്ക് 10 പെങ്ങന്മാരുണ്ട്. അവർക്ക് ഒരുപാട് മക്കളുണ്ട്. എൻ്റെ വാപ്പാന്റെയും ഉമ്മാന്റെയും ബ്ലഡിൽ തന്നെ 100 കുട്ടികൾ, സ്ത്രീകൾ എൻ്റെ വീട്ടിലുണ്ട്. അതുകൊണ്ട് ഒരു സ്ത്രീ എന്ന പരിഗണനയിൽ ഇപ്പൊ ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. ആവശ്യമായി വരികയാണെങ്കിൽ അപ്പം നമുക്ക് ആ വിഷയത്തിലേക്ക് പോകാം. പിന്നെ ഏഷ്യാനെറ്റ്, വിനു വി ജോൺ എന്നൊക്കെ അറിയാലോ, ഒരു കൊലപാതക കേസിൽ അദ്ദേഹത്തിന്റെ ബന്ധുക്കളോ ബന്ധപ്പെട്ടവരാരോ ADGPയെ വിളിച്ച് സഹായം അഭ്യർത്ഥിക്കുക. ഇതേപോലത്തെ കോളാണ് കേട്ടോ, ഡയറക്റ്റ് അല്ല, എല്ലാം ഉണ്ട്. സഹായം അഭ്യർത്ഥിക്കുകയാണ്. അതിനുള്ള മറുപടി സഹായിക്കാം എന്ന തരത്തിൽ തന്നെ അജിത് കുമാർ പറയുന്നു. അപ്പോ പോക്സോ കേസ്, ഞാനൊരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് കോഴിക്കോട്. ഒരു കുട്ടിയെ മാറ്റി ശബ്ദം പ്രസിദ്ധീകരിച്ചതിന് കോഴിക്കോട് ഞാനൊരു കേസ് ഫയൽ ചെയ്തു. ആ കേസിന്റെ കാര്യം സംസാരിക്കുന്നു. അതിൽ പ്രയാസം ഉണ്ടാവരുത്. അത് ക്രൈംബ്രാഞ്ച് കേസ് കോടതിയിൽ ഇപ്പോൾ അതിന്റെ ചാർജ് ഷീറ്റ് കൊടുത്തിട്ടുണ്ട്. കേസ് വരുമ്പോൾ അറിയാം അതിന് സ്വാധീനം ഉണ്ടായിട്ടുണ്ടോന്ന്. ആ കാര്യം നമുക്ക് കോടതിയിൽ വരുമ്പോൾ നമുക്ക് നോക്കാം. അപ്പൊ എങ്ങോട്ടേക്കാണ് ഈ പോകുന്നത്, എവിടത്തേക്കാണ് ഈ കാര്യങ്ങളെ കൊണ്ടെത്തിക്കുന്നത്? ഏറ്റവും അവസാനമായിട്ട് നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ എനിക്കറിയില്ല, അജിത് കുമാറിന് ഒരു അസിസ്റ്റന്റിനെ വെച്ചിട്ടുണ്ട്, ഒരു IPS ഉദ്യോഗസ്ഥ. എന്തിനാ? ഒരു പ്രത്യേക സംവിധാനം തന്നെ ഒരുക്കിയിട്ടുണ്ട് സൈബർ സെല്ലിൽ. എല്ലാ മന്ത്രിമാരെയും ഫോൺ കോളുകൾ ചോർത്തുന്നുണ്ട്. എല്ലാ പ്രധാനപ്പെട്ട രാഷ്ട്രീയക്കാരുടെയും ഫോൺ കോൾ അവിടെ ചോർത്തുന്നുണ്ട്. ഈ നിൽക്കുന്ന പത്രക്കാരായ നിങ്ങളുടെയും ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഫോൺ കോൾ ചോർത്തുന്നുണ്ടാവും. സൈബർ സെല്ല് പ്രവർത്തിക്കുന്നത് ഈ രാജ്യത്തെ ക്രൈം അന്വേഷിക്കാനല്ല. സൈബർ സെല്ല് പ്രവർത്തിക്കുന്നത് ഈ നാട്ടിലെ മന്ത്രിമാരുടെയും പാർട്ടി പ്രവർത്തകരുടെയും നേതാക്കളുടെയും സമൂഹത്തിലെ ഉന്നതരുടെയും പത്രമാധ്യമ പ്രവർത്തകരുടെയും ഒക്കെ അവരുടെ പരിപാടി എന്താണെന്ന് അറിയാനാണ്. അപ്പൊ അതിൽ ചെറിയൊരു വിശ്വാസക്കുറവ് വന്നു ആർക്ക്? എം.ആർ. അജിത് കുമാറിന്. അത് കൈകാര്യം ചെയ്യുന്നത് വേറൊരു ഓഫീസറാണ്, പേര് ഇപ്പം പറയുന്നില്ല. അപ്പൊ അതിലേക്ക് ആ IPS ഓഫീസറെ സൂപ്പർവൈസ് ചെയ്യാനും ആ കാര്യങ്ങൾ ഡെയിലി റിപ്പോർട്ട് ചെയ്യാനും കേരളത്തിന്റെ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ല. ഈ രാത്രി ചായ ഉണ്ടായി കൊടുക്കുക, വൈകുന്നേരം ആകുമ്പോഴേക്ക് റിപ്പോർട്ട് കൊടുക്കുക. ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളെ ശമ്പളം കൊടുക്കുന്ന ഒരു ഓഫീസറെ അവിടെ കൊണ്ടിരുത്തിയിരിക്കുക. പുള്ളി വലിയ പുള്ളിയാട്ടോ, ഇപ്പൊ ഇരുത്തിയിരിക്കുന്ന പുള്ളി. സരിത കേസിൽ ഈ പറയുന്ന റിപ്പോർട്ടിൽ വലിയ പരാമർശം ഉണ്ടായിട്ടില്ല. നല്ല സാധുവായിട്ടുള്ള സത്യസന്ധനായിട്ടുള്ള ഒരു IPSകാരനാണ് ഇപ്പോൾ ഈ സൈബർ ചോർത്തുന്ന കാര്യങ്ങൾ ഡെയിലി റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ രീതിയിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ എന്നെ സംബന്ധിച്ച് പറയാനുള്ളത് 2-3 കേസിന്റെ സൂചനയും പറയാം. ഈ പറയുന്ന എം.ആർ. അജിത് കുമാർ ഇവിടെ ആളുകളെ കൊല്ലിച്ചിട്ടുണ്ട്, കൊലപാതകം നടത്തിച്ചിട്ടുണ്ട്. ഉത്തരവാദിത്തത്തോടു കൂടിയാ പറയുന്നത്. വാദിയും പ്രതിയും നിങ്ങളെ മുമ്പിൽ വരും. ഈ
അതൊക്കെ ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടാണ് കേട്ടോ. അതിനു പുറമെ മാമി എന്ന് പറയുന്ന കോഴിക്കോടത്തെ ഒരു കച്ചവടക്കാരൻ ഒരു വർഷമായി കാണാതായിട്ട്, കൊണ്ടുപോയി കൊന്നതായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കേസ് എവിടെ എത്തിയിട്ടില്ല, അനങ്ങിയിട്ടില്ല, അത് അനങ്ങൂല. അതും ഈ സംഘവുമായി ബന്ധപ്പെട്ട വേറെ വിഷയമാണ്. ഒരുപാട് ഇവരുടെ ഈ പറയുന്ന എയർപോർട്ടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഷയങ്ങളിൽ ഈ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട പലരെയും പല സ്ഥലത്തും ഇവർ കുടുക്കിയിട്ടുണ്ട്. സുജിത് ദാസ് IPS വരുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ജോലി എന്തായിരുന്നു എന്നൊക്കെ അറിയോ? ഇവിടെ ആർക്കെങ്കിലും അറിയോ? ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കാം, അറിയില്ല. അയാൾ കസ്റ്റംസിലായിരുന്നു. സെൻട്രൽ എക്സൈസ് ആൻഡ് കസ്റ്റംസിൽ നിന്നാണ് IPS എഴുതിയിട്ട് സുജിത് ദാസ് വരുന്നത്. കസ്റ്റംസിലെ ഉദ്യോഗസ്ഥരുമായിട്ട് അതിഭയങ്കരമായ ബന്ധം നിലനിർത്തുന്നുണ്ട്. ആ ബന്ധങ്ങളാണ് കോഴിക്കോട് എയർപോർട്ടിൽ സ്വർണം കടത്താൻ, കോഴിക്കോട് മാത്രമല്ല തിരുവനന്തപുരം എയർപോർട്ടിൽ നടന്നതിന്റെ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുന്നത്. കസ്റ്റംസിലെ ഒരു സെക്ഷൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരുപാട് കേസ് പിടിച്ചല്ലോ അല്ലേ സുജിത് ദാസ്? അത്ഭുതമായിരുന്നു. എങ്ങനെ എത്ര കേസ് കസ്റ്റംസ് വെട്ടിച്ച് വന്നിട്ട് നടു റോട്ടിലിട്ട് പോലീസ് പിടിക്കുന്നല്ലേ? അങ്ങനത്തെ സംഭവം പലതും ദുബായിൽ നിന്ന് ഈ കാരിയർമാർ ക്യാരി ചെയ്ത് വരുമ്പം തന്നെ അവിടുത്തെ ഒറ്റുകാർ വഴി സുജിത് ദാസിന് പേര് കിട്ടും. അതൊരു സെക്ഷൻ. രണ്ടാമത്തെ സെക്ഷൻ ആരാണ് നമുക്ക്? നിങ്ങൾ ശരിക്കും കേട്ടോ. രണ്ടാമത്തെ സെക്ഷൻ കസ്റ്റംസിലെ ചില ഉദ്യോഗസ്ഥരാണ്. അവർ സ്കാനിങ്ങിൽ ഈ സാധനം കാണുന്നുണ്ട്. ഈ കാരിയർക്ക് വിവരമൊന്നും അറിയില്ല, ഇത് അയക്കുന്നവനും അറിയില്ല. ഓല് വിചാരിക്കും അവരുടെ ഈ പാക്കിംഗ് സിസ്റ്റത്തിൽ അവിടെ രക്ഷപ്പെട്ടു പോയതാണ്. കരിപ്പൂർ എയർപോർട്ടിലൊക്കെ സ്കാനിങ്ങിന്റെ ഏറ്റവും അഡ്വാൻസ് ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഇത് കണ്ടാൽ ഇവനെ കടത്തിവിടുക. അപ്പൊ പുറത്തു നിൽക്കുന്ന പോലീസിന് വിവരം, ഇന്ന ആള് ഇന്ന കളർ കുപ്പായം ടാക്സിയിലോ വേറെ വണ്ടിയിലോ വരും. ഈ ചങ്ങാതിന്റെ ഒരു ഡാൻസ് സ്റ്റാഫ് ഉണ്ടല്ലോ, ഡാൻസ് സ്റ്റാഫ്, അതൊക്കെ വരാൻ പോണുള്ളൂ. പക്ക ക്രിമിനൽസ്. പേരെന്താ? MDMA പിടിക്കുക. പണി എന്താ? സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തി പൈസ ഉണ്ടാക്കുക. അപ്പൊ നമുക്ക് തോന്നും എന്താണ് എന്നാ കസ്റ്റംസിനെ അവിടെ പിടിച്ചാൽ പോരെ. കസ്റ്റംസിനെ പിടിച്ചാലേ കുഴപ്പം എന്താ അറിയോ? അവിടെ കംപ്ലീറ്റ് CCTV ഒബ്സർവേഷനിലാണ്. ഒരു ബിസ്ക്കറ്റ് എന്നെടുത്ത് മാറ്റാൻ കഴിയില്ല. അപ്പോഴോ പുറത്തിട്ട് പോലീസ് ആ വണ്ടി വരുന്നു, ബ്ലോക്ക് ചെയ്യുന്നു. 2 പോലീസുകാർ അപ്പുറം വന്ന് ചാടിക്കൊന്ന് വിടറാന്നാണ്. ഇവരെ കേന്ദ്രത്തേക്ക് പോവുക. അവിടെ നിന്നാണ് ചോദിക്കാനൊന്നുമില്ലല്ലോ, കൃത്യമായ പെട്ടിയുടെ ഏത് ഭാഗത്ത് എങ്ങനെ വെച്ചിരിക്കുന്നത്. 25 ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ 10 ബിസ്ക്കറ്റ് അവിടെ എടുക്കും. ഉത്തരവാദിത്തത്തോടു കൂടിയാണ് PV എന്നവർ പറയുന്നത് കേട്ടോ. 50-60% അടിച്ചു മാറ്റും, ബാക്കി കസ്റ്റംസിന് കൈമാറും. എന്നും പിടുത്തും, കോടാനക്കോടി റുപ്യയുടെ സ്വർണ്ണം പിടുത്തും. കസ്റ്റംസ് പിടിച്ചാൽ ആർക്കൊന്നും കിട്ടൂല. അപ്പോ 60-70% അടിച്ചു മാറ്റി. അതിനൊരു സെറ്റപ്പ് സുജിത് ദാസിന്റെ ഈ പഴയ കസ്റ്റംസ് ബന്ധവുമായി ബന്ധപ്പെട്ട ഒരു ഗ്രൂപ്പും ഈ പറയുന്ന ഡാൻസ് സ്റ്റാഫും ഈ പറയുന്ന സുജിത് ദാസും ഈ പറയുന്ന ഇതിന്റെ ഏറ്റവും തലവൻ MR അജിത് കുമാറും അന്വേഷിക്കട്ടെ. ഇതൊക്കെ അന്വേഷിക്കണമല്ലോ. ഞാൻ ഈ പറയുന്ന ഞാൻ കൊടുക്കും തെളിവ്. ഇതിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. MR അജിത് കുമാറൊക്കെ ജയിലിലേക്കാ പോണ പ്രിയ സുഹൃത്തുക്കളെ. സുജിത് ദാസ് പോകുന്ന സുജിത് ദാസിന്റെ വഴി സെൻട്രൽ ജയിലാണ്. ഒരു തർക്ക കാര്യത്തിലില്ല. നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. ഈ രീതിയിൽ ഇതിന്റെ ഒക്കെ പഴിയാർക്കാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക്. എങ്ങനെ മുഖ്യമന്ത്രി ഇത് ഏറ്റെടുക്കും? നിങ്ങൾക്കറിയാലോ, മുഖ്യമന്ത്രിക്ക് 29 വകുപ്പുകളുണ്ട്. ഒരാൾക്ക് 29 വകുപ്പുകൾ, 4 ചായപ്പീടി കൈകാര്യം ചെയ്യാൻ കഴിയും ഒരു വ്യക്തിക്ക്. ആ 29 വകുപ്പുകളിലെ ഓരോരുത്തരും ഓരോ തലവന്മാരെ നിശ്ചയിച്ചിട്ടുണ്ട്. ആ തലവന്മാരുമായിട്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അവരെയാണ് വിശ്വസിച്ചേൽപ്പിച്ചിരിക്കുന്നത്.
പള്ളിയുടെയും അമ്പലത്തിന്റെയും അകത്ത് കിണറുണ്ടെങ്കിൽ ആ കിണറ്റിൽ പോയി നമ്മൾ വീഴൂലേ? പള്ളിയിൽ നിസ്കരിക്കാൻ പോകണം, അവിടെ കിണറുണ്ടെന്ന് ആലോചിക്കോ? അമ്പലത്തിൽ പ്രാർത്ഥിക്കാൻ പോകുന്ന അവിടെ പൊട്ടക്കിണറുണ്ടെന്ന് ആലോചിക്കോ? ആരും വീഴൂലേ? അപ്പൊ പള്ളിക്കകത്ത് അമ്പലത്തിനകത്ത് കിണർ കുത്തി വെച്ചിരിക്കുന്നു വിശ്വസ്തർ. അതല്ലേ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത്രയും കള്ളത്തരങ്ങൾ നടക്കുന്നു. വിശ്വസിച്ചേൽപ്പിച്ചതാരാ? സഖാവ് പി ശശിയൻ അല്ലേ? അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ പരാജയമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിന് അറിവുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഇവിടുത്തെ പൊളിറ്റിക്സ് അനലൈസ് ചെയ്തിട്ട് ഈ ഗവൺമെന്റിന് എന്തെങ്കിലും പാകപ്പിഴകൾ ഉണ്ടെങ്കിൽ അതുകൂടി ഗവൺമെന്റിന്റെയും പാർട്ടിയുടെയും ശ്രദ്ധയിൽപ്പെടുത്താനാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി അപ്പോയിന്റ് ചെയ്യുന്നത്. അദ്ദേഹം ഇത് കൃത്യമായി അനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കൊള്ള നടക്കുമോ? ഒന്ന്, ഞാൻ ഈ പറഞ്ഞതുപോലെ അരീക്കോട് സംഭവം അടക്കം അങ്ങനെ എത്ര സംഭവങ്ങൾ അവിടുത്തെ പാർട്ടി പ്രവർത്തകർ അദ്ദേഹത്തിന് ശ്രദ്ധയപ്പെടുത്തിയ വിഷയമാണിത്. മുഖ്യമന്ത്രി പറഞ്ഞതിനെതിരെ മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി പറഞ്ഞത് തെറ്റാണ് എന്ന് വരുത്തി തീർക്കുന്നതല്ലേ അരീക്കോട് സംഭവത്തിൽ? മുഖ്യമന്ത്രി പറഞ്ഞ ദിവസം ഈ പറയുന്ന ഈ മരത്തിന്റെ കളവിന് കൂട്ടുനിന്ന കള്ളന് കഞ്ഞി വെച്ച് കൊടുത്ത ജില്ലാ പോലീസ് സൂപ്രണ്ട് ശശിധരൻ ചെയ്തത്. ഇതിൽ വലിയ ധിക്കാരെന്താ? ആർക്കതിന്റെ ഉത്തരവാദിത്വം? പൊളിറ്റിക്കൽ സെക്രട്ടറിക്കല്ലേ? അവിടെയാണ് എന്റെ പ്രശ്നം. അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കണ്ടേ? അത് നിർവഹിച്ചിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എനിക്ക് വ്യക്തിപരമായി പറയാൻ പറ്റില്ലോ. ഞാൻ പല വിഷയത്തിലും ഈ ജില്ലയിലെ രാഷ്ട്രീയപരമായ പല വിഷയത്തിലും അദ്ദേഹത്തെ പോയി കണ്ടിട്ടുണ്ട്, കത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു നടപടി ഉണ്ടായിട്ടില്ല. എൻ്റെ വീട്ടിലെ കാര്യമില്ല, ഈ ജില്ലയിൽ പൊളിറ്റിക്കലായിട്ട് ഈ പാർട്ടിക്ക് കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങൾ, പാർട്ടി നേരിടുന്ന വെല്ലുവിളികൾ, അതിനാണ് അദ്ദേഹത്തിന് ഇതൊക്കെ മുഖ്യമന്ത്രിയോട് പോയി പറയാൻ പറ്റുമോ? അദ്ദേഹത്തിന് ഇല്ലെങ്കിൽ തന്നെ എടുത്താൽ പൊന്താത്ത ലോഡുണ്ട്, നമുക്കറിയാലോ. അപ്പൊ ഞാൻ തുടക്കം മുതലേ പറയുന്ന വിഷയമാണ്. ഞാൻ ഈ പാർട്ടിയിലേക്ക് വന്നതും അതിനുശേഷവും ഈ ഇത്രയും MLA ആയിട്ട് ഈ നിമിഷം വരെ എൻ്റെ പിതാവിന്റെ സ്ഥാനത്താണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. അദ്ദേഹത്തിന് ഭാരം വെക്കാനുള്ള ശ്രമം ഒരു മകൻ എന്ന നിലക്ക് അത് തടുക്കേണ്ടത് എൻ്റെ ബാധ്യതയാണ്. ആ ബാധ്യതയാണ് നിർവഹിക്കുന്നത്. അത് ഏത് തലത്തിലേക്ക് പോയാലും. കൊല്ലും കൊല്ലിച്ചും നല്ല പരിചയമുള്ള ഗുണ്ടാ സംഘങ്ങളുള്ള വലിയൊരു ടീമിനോടാണ് ഞാൻ ഏറ്റുമുട്ടുന്നത്. എന്റെ ജീവൻ അപകടത്തിലാണെന്ന് എനിക്കറിയാം, പക്ഷെ ജീവനിലുള്ളിടത്തോളം സമയം പറയാലോ. ആ പറച്ചിൽ തന്നെയാണ് ഞാൻ തുടരുന്നത്. അപ്പം ഈ രീതിയിൽ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ ഈ പാർട്ടി സംവിധാനവും ഈ പറയുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കമുള്ളവരും ഇതിന് ആൻസർ പറയേണ്ട ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. നിവൃത്തിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ തുറന്നു പറയേണ്ടി വന്നത്. ഇപ്പൊ ചില വാർത്തകൾ പാർട്ടി വിടുന്നു, ലീഗ് ചേരുന്നു, കോൺഗ്രസ് ചേരുന്നു, BJP ചേരുന്നു എന്ന് ആരും പറഞ്ഞതായിട്ട് ഞാൻ കണ്ടില്ല. കാരണം ഇതിലേറെ സ്ട്രോങ് പാർട്ടി അതല്ലേ, ഇന്ത്യ ആകെ ഭരിക്കുന്ന. അത് പറഞ്ഞൂടെ? അപ്പൊ ഞാൻ ഈ പാർട്ടിയെ നിലനിർത്താൻ ഇതിലെ ഈ ചതിക്കുഴികൾ, ബഹുമാനപ്പെട്ട നമ്മളെ പ്രിയങ്കരയായ ഇന്ദിരാഗാന്ധി എങ്ങനെയാ മരിച്ചത്? എങ്ങനെയാ വെടിയുണ്ട്? പഞ്ചാബിലെ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷന് ശേഷം ഇന്റലിജൻസ് ഇന്ദിരാഗാന്ധിയോട് പറഞ്ഞതാ, സിഖ് വിഭാഗത്തിൽപ്പെട്ടവരെ പേഴ്സണൽ സെക്യൂരിറ്റിയിൽ നിന്ന് ദയവായി മാറ്റണമെന്ന്. ഇന്ദിരാജി എന്താ പറഞ്ഞത്? പിന്നെന്ത് മതേതരത്വം? വെടികൊണ്ട് മരിച്ചില്ലേ? അങ്ങനെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഈ കൊലച്ചതിക്ക് വിട്ടുകൊടുക്കണോ? ഞാൻ വിട്ടുകൊടുക്കണോ? ഞാൻ ഏതായാലും വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഒന്നുകിൽ ഞാനില്ലാതാവും. അങ്ങനെ ഈ പാർട്ടിക്ക് വേണ്ടി ഇല്ലാതാവാനാണ് എന്റെ വിധിയെങ്കിൽ ഞാനൊരു ദൈവവിശ്വാസി. ഈ ഭൂമിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ വിധിക്കനുസരിച്ചേ നടക്കുമെന്ന് വിശ്വസിക്കുന്നവനാണ്. ഈ പോരാട്ടം ശക്തമായപ്പം എന്നെ സ്നേഹിക്കുന്നതിന് ഉത്തരവാദിത്തപ്പെട്ട പലരും വിളിച്ചു. അതിൽ കേരളത്തിലെ ഒരു വലിയ മഹാനായ മതപണ്ഡിതനുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ആരോടായി കളിക്കുന്നത്? നിങ്ങൾ എന്താ ഈ ചെയ്യുന്നത്? ഇവരൊക്കെ വലിയ സംവിധാനമല്ലേ? ഈ ഗവൺമെന്റൊക്കെ 2 കൊല്ലം കഴിഞ്ഞ് പോയാലും ഇവരൊക്കെ വീണ്ടും അധികാരത്തിലുണ്ടാവില്ലേ? നിങ്ങൾക്ക് ഇവിടെ ജീവിക്കേണ്ട, ഞങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു അത്യാവശ്യം വരുമ്പോൾ വന്ന് കാണാൻ പറയാൻ പറ്റുന്ന ഒരാൾ നിലക്ക് നിങ്ങളൊക്കെ ജീവിച്ചിരിക്കണം ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ആ ബഹുമാനപ്പെട്ട പണ്ഡിതനോട് പറഞ്ഞു, ഖുർആനിൽ ഒരു ആയത്തുണ്ട്, ഒരു അധ്യായം,
ഈ ലോകത്തുള്ള മനുഷ്യരും ജിന്നുകളും എല്ലാവരും കൂടി നിന്നെ ഉപദ്രവിക്കണമെന്ന് വിചാരിച്ചാൽ നിന്നെ ഉപദ്രവിക്കാൻ കഴിയില്ല, ദൈവമായ ഞാൻ ഉദ്ദേശിക്കാതെ. എന്നിട്ട് തിരിച്ച് വീണ്ടും പറയാണ് ഖുർആൻ, ഈ മനുഷ്യരെല്ലാവരും ജിന്നുകളും കൂടിയിട്ട് നിന്നെ സഹായിക്കണമെന്ന് വിചാരിച്ചാൽ നിന്നെ സഹായിക്കാൻ കഴിയില്ല, ദൈവമായ ഞാൻ ഉദ്ദേശിക്കാതെ. അപ്പോൾ ആ ശക്തനായ ദൈവത്തിൽ വിശ്വസിച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ വിഷയത്തിൽ ഇറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഓലപ്പാമ്പ് കാണിച്ചു, ഈ പേടിപ്പിച്ചു, ഈ വേറെ രീതിയിലല്ല. ഇപ്പം എൻ്റെ ഫോണൊക്കെ ഹാക്കിങ്ങില്ല, എന്നോ ഹാക്കിങ്ങില്ല. ഇങ്ങനെ എടുക്കുമ്പോൾ ചില സമയത്ത് നാലാളൊക്കെ സംസാരിക്കണ്ടോ, മനസ്സിലായില്ലേ? നാലാളൊക്കെ സംസാരം കേൾക്കാം. ഇത് ഇന്ന് തുടങ്ങിയതല്ല, അത് ഇത്ര സ്ട്രോങ് ആയിട്ട് ഇപ്പോൾ ഒരു 3-4 മാസമേ ഉള്ളൂ. കാരണം ഞാൻ ഇതിന്റെ പിന്നിലുണ്ടെന്നല്ല അജിത് കുമാറിന് അറിയാം. ഈ സാജൻ സ്കറിയ കേസിൽ സത്യം ഞാൻ തുറന്ന് പറയാം, ഞാൻ എല്ലാവരോടും പറഞ്ഞു, ഈ ശ്രീജിത്തിനോട് പരാതി ഈ മരമുറി കേസിൽ കൊടുപ്പിച്ചത് ഞാനാ. സാജൻ സ്കറിയ ഇത്ര വലിയ ഒരു രാജ്യദ്രോഹി, ഒരു മതവിരോധി, ഒരു വർഗീയവാദി, ഈ മനുഷ്യനെ മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടാക്കിയവൻ, പാർട്ടിയെ അടിവേര് വെട്ടിയാൻ ശ്രമിച്ചവൻ, ആ പാവം കൊടിയേരി സഖാവ് മരിച്ചുപോയി. ആ മകൻ 1.5 വർഷമല്ലേ ജയിലിൽ കിടന്ന്, നിങ്ങൾ ആരെയും അന്വേഷിച്ചു? ആ കേസ് എഴുതി തള്ളി, അങ്ങനെ സംഭവമില്ല. മുഖ്യമന്ത്രി, കുടുംബം, മക്കള്, മരുമക്കള്, പാർട്ടി സെക്രട്ടറി, മന്ത്രിമാർ ഈ ഗവൺമെന്റിനെ ഇങ്ങനെ മുഴുവനെ നിർത്തി ഈ നാട്ടിലെ ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിക്കാൻ 10,000-കണക്കിന് വീഡിയോകൾ ചെയ്തവൻ. അതെല്ലാം കഴിഞ്ഞൊരു വയർലെസ് ചോർത്തിയ കേസ് എത്രമാത്രം സീരിയസ് ആണെന്ന് അറിയാലോ. ആ കേസിലാണ് ഞാൻ ഈ ചങ്ങാതിയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവനെ സഹായിക്കുന്നതെന്ന് കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇന്നലെ ഞാൻ വെളിവിളിച്ചല്ലോ, MR അജിത് കുമാറിന് ധൈര്യമുണ്ടെങ്കിൽ കേരളത്തിലെ പ്രോസിക്യൂഷൻ കൊടുത്ത ലീഗൽ ഒപ്പീനിയൻ ഈ 66F സൈബർ ടെററിസം അട്രാക്ട് ചെയ്യും ഈ പ്രവൃത്തി എന്ന് പറഞ്ഞ ലീഗൽ ഒപ്പീനിയൻ കൊടുത്ത പിന്നെ പോലീസിന് അത് എഴുതുന്ന പണിയാ. അതിനാണ് ഹൈക്കോടതിയിൽ ഈ ലീഗൽ അഡ്വൈസേഴ്സിനെ ഗവൺമെന്റ് വെക്കുന്നത്. ഈ നിമിഷം വരെ ചെയ്തോ? ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ക്രൈംബ്രാഞ്ച് പലരും പോവും, ഇന്ന കേസ്, ഇടവണ്ണ കേസ്, മാമി കേസ്, നാട്ടിലെ പല കേസുകളും അന്വേഷിച്ചിട്ട് അതിന് നടപടിയില്ല പറഞ്ഞിട്ട് മുഖ്യമന്ത്രിയെ കണ്ട പാവപ്പെട്ട മുഖ്യമന്ത്രി അത് സീരിയസ് ആയിട്ട് എടുത്ത് ക്രൈംബ്രാഞ്ചിന് വിടും. ഈ ചങ്ങാതി എന്താ ചെയ്യാറ്? നിങ്ങൾക്ക് തെറ്റി, എനിക്ക് പോലും തെറ്റാറുണ്ടായിരുന്നു. ഒരു ഡിസ്ട്രിക്ട് ക്രൈംബ്രാഞ്ച് ഉണ്ട്. ഡിസ്ട്രിക്ട് ക്രൈംബ്രാഞ്ച് പറഞ്ഞാൽ ഈ പറയുന്ന ലോ ആൻഡ് ബോഡീസിന്റെ കീഴിൽ തന്നെ, ഈ അജിത് കുമാറിന്റെ കീഴിലാണ്. ഏത് ക്രൈംബ്രാഞ്ചിന് കൊടുക്കാൻ പറഞ്ഞാലും അദ്ദേഹം അങ്ങോട്ടാ വിടുക. സ്റ്റേറ്റ് പോലീസ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് തന്നെ. അങ്ങനെ ഈ കേസ് പോലും സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിനാണ് വിട്ടത്. അതും കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. അന്ന് തുടങ്ങി അപ്പൊ എനിക്ക് മനസ്സിലായി, ഇത്രയും വലിയൊരു ദേശദ്രോഹിയെ ഒരുത്തന് സഹായിക്കാൻ കഴിയണമെങ്കിൽ അവനെക്കാളും വലിയ ദേശദ്രോഹിയായിരിക്കും ഈ MR അജിത് കുമാർ എന്ന എന്റെ ബോധ്യം. കഴിഞ്ഞ 8-9 മാസമായി ഇവരെ അവരെ വിചാരം അവരിന്റെ പിന്നാലെയാണ്. അവരിന്റെ പിന്നാലെ ഞാൻ കാണുന്നുണ്ട്. ഞാൻ ഇവരെ പിന്നാലെ തന്നെയാ. ഇതുകൊണ്ടൊന്നും തീരൂല. നല്ല പണം ഞാൻ തന്നെ ചെലവാക്കിയിട്ടുണ്ട് ഈ കാര്യങ്ങൾ എടുക്കാൻ. പോലീസിനെ സഹായിക്കുന്ന കുറെ ആളുകൾ ഇവിടെ ഉണ്ട് ഈ വിഷയത്തിൽ. അവരൊക്കെ ചിലരെയൊക്കെ വില കൊടുത്ത് എനിക്ക് വാങ്ങേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ ഇത് ഇവിടെ അവസാനിക്കില്ല. അപ്പോ വീണ്ടും നയം വ്യക്തമാക്കുകയാണ്. ജീവനുണ്ടെങ്കിൽ ഈ വിഷയമായി മുന്നോട്ട് പോകും. ഇവനെ ഒന്നും നടപടി സ്വീകരിക്കാൻ പരാതി കൊടുത്തോ അഭ്യർത്ഥിച്ചെന്നൊക്കെ ആരോ ചോദിക്കുന്നുണ്ട്. ഇവനൊന്നും പരാതിയല്ല, ഇവനൊക്കെ ജയിലിലേക്കാ, സെൻട്രൽ ജയിലിലേക്ക്. അപ്പൊ നമുക്കിനി ബഹുമാനപ്പെട്ട രാജ്യത്തിന്റെ ഏറ്റവും എന്താ പറയാ കാവൽ നിൽക്കുന്ന ബഹുമാനപ്പെട്ട അവാർഡുകൾ വാരിക്കൂട്ടിയ നമ്മുടെ പ്രിയപ്പെട്ട, ഇതിനെ എങ്ങനെ അഭിവാദ്യം ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല, സുജിത് ദാസ് ചേട്ടൻ. എവിടെയാ ഇപ്പൊ സുജിത് ദാസ്? എവിടെയാ? അതെ, ഇപ്പൊ എവിടെയാ? ലീവ് പോയി. എന്തിനാ പോയത്? അല്ല, എന്തിനാ ലീവ് പോയത്? നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ലീവ് പോയത് ഇപ്പൊ ഈ തെളിവ് നശിപ്പിക്കാൻ ഓടുക. മനസ്സിലായോ? ഇപ്പൊ ഞാനീ പറഞ്ഞതിന്റെ ബാക്കി പത്രത്തിന്റെ അതിന്റെയൊക്കെ ഒരു അവസാന ഘട്ടത്തേക്ക് പോവാ. എന്താ പറയുക ചോദിച്ചല്ലോ,
ഇപ്പോ സുജിത് ദാസിനെതിരെ കർശനമായ ഒരു അച്ചടക്ക നടപടിയിലേക്ക് പോകേണ്ട എന്ന് ആഭ്യന്തര വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പൊ അദ്ദേഹത്തെ പത്തനംതിട്ട SP സ്ഥാനത്ത് നിന്ന് മാറ്റും, സസ്പെൻഷൻ ഉണ്ടാവാൻ സാധ്യതയില്ല, MR അജിത് കുമാറിനെതിരെ അന്വേഷണം വേണ്ട എന്നുള്ള വാർത്തകളാണ് വരുന്നത്. വാർത്തയല്ലേ? എന്തെങ്കിലും റെക്കോർഡുണ്ട്? നിങ്ങൾ ഈ പെട്ടെന്ന് അങ്ങനെ വല്ല തീരുമാനം എടുത്തതായിട്ട് ഞാൻ അറിഞ്ഞില്ല. അതിന്റെ ആഭ്യന്തര വകുപ്പിന്റെ തീരുമാനമായിട്ട് വാർത്തകൾ വരുന്നുണ്ട്. വാർത്ത ഇപ്പൊ നമ്മൾ തമ്മിൽ കൊടുക്കുന്ന സാധനങ്ങളല്ലേ? ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെ ഇത്രയും ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചു. എപ്പോഴെങ്കിലും ഇത് പാർട്ടിയുടെയോ മുഖ്യമന്ത്രിയുടെയോ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടോ? ഞാൻ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിലെപ്പെടുത്തി. P ശശിയുടെ നേരിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അപ്പൊ എന്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയില്ല? അങ്ങനെ ഒരു നിയമസഭാംഗമല്ലേ? അല്ല, അത് പാർട്ടി ആലോചിക്കട്ടെ. നമ്മളങ്ങനെ പാർട്ടി അറിയിച്ചുകൊണ്ടിരിക്കല്ലേ. ഇതിനു മുമ്പ് പാർട്ടിയുടെ വേദി അന്ന് ഞാൻ പോയി പറഞ്ഞത് ഇവിടെ എന്താ അടിസ്ഥാനം MLA ഇങ്ങനെയൊക്കെ പലതും ഉണ്ടാവും, ആൾക്കാർ പലതും പറയും അല്ലേ? സ്വന്തമായിട്ട് ഞാനാണെങ്കിൽ അത് പറയും. ഈ അജിത് കുമാറിന്റെ ഒരു കോക്കസിന്റെ ഭാഗം തന്നെയാണോ ശശി? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അല്ല, അതൊക്കെ പാർട്ടി അന്വേഷിക്കട്ടെ എന്ന്. പാർട്ടി നല്ലൊരു സംവിധാനം ഈ നാട്ടിലില്ലേ? പാർട്ടി സെക്രട്ടറി ആയിരിക്കാനെങ്കിലും താങ്കൾ ശ്രമിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങൾ എപ്പോഴെങ്കിലും? ഇപ്പൊ 8 മാസമായിട്ട് താങ്കൾ ഇതിന്റെ പിന്നിലുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എപ്പോഴെങ്കിലും പാർട്ടി സെക്രട്ടറിയെയോ പാർട്ടിയുടെ ഏതെങ്കിലും കേന്ദ്രങ്ങളിലെ വിഷയം താങ്കൾ അവതരിപ്പിച്ചിട്ടുണ്ടോ? പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാണല്ലോ പൊളിറ്റിക്കൽ സെക്രട്ടറി. ഈസ് എ പാർട്ട് ഓഫ് പാർട്ടി. ഈസ് എ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ ഓഫ് ദ CPM. ഒരേ സമയത്ത് രണ്ട് കാര്യം പാർട്ടി സെക്രട്ടറിയോടും പാർട്ടി ലീഡറോടും പറയുന്നു, പൊളിറ്റിക്കൽ സെക്രട്ടറി ഇസ് എ വൺ പേഴ്സൺ. എന്റെ അമ്മച്ചി എനിക്കതിനെ കുറിച്ച് അറിയില്ല. P ശശിയുടെ അറിവോട് കൂടിയിട്ടാണ് അജിത് കുമാർ പ്രവർത്തിക്കുന്നത് എനിക്കറിയില്ല. അത് പാർട്ടി അന്വേഷിക്കട്ടെ. ഈ പറയുന്ന ക്രിമിനലിസം അതിന്റെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് മറ്റുള്ളവർ അന്വേഷിക്കട്ടെ. സർക്കാരിന്റെ പ്രതിച്ഛായക്ക് തന്നെ മോശമാകുന്ന ഈ ക്രിമിനൽ പ്രവർത്തനങ്ങൾ എല്ലാം അറിഞ്ഞിട്ടും മൗനം പാലിക്കുന്ന ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറിയെ ഈ ഇടതുപക്ഷം വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ലല്ലോ. ആ രീതിയിൽ താങ്കൾ ഒരു ഗൗരവമായിട്ട് അറിയിക്കേണ്ടതല്ലേ? അല്ല, അത് അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് പാർട്ടി ഇപ്പോഴല്ല അതൊക്കെ അറിയുന്നു. പാർട്ടി ഇപ്പോഴറിഞ്ഞിട്ടുള്ളൂ. ഇപ്പോഴറിയും. ഇപ്പൊ ഈ പോകുമ്പോഴേ അറിയുന്നുള്ളൂ ഇത്തരം കാര്യങ്ങൾ. ഞാൻ ഈ രീതിയിൽ സംസാരിച്ചിട്ടില്ല. അത് P ശശി ഇതിലൊരു നടപടി സ്വീകരിച്ചില്ല. അദ്ദേഹമാണ് സത്യത്തിൽ ഈ കാര്യങ്ങൾ പോലീസുമായി ബന്ധപ്പെട്ട ലോ ആൻഡ് ഓർഡർ സംഗതികൾ, ഈ നാട്ടിൽ കിട്ടുന്ന ഇത്തരത്തിലുള്ള ദയനീയമായ കേസന്വേഷണത്തിന്റെ പരാജയത്തിന്റെ പരാതികൾ, ഇതൊക്കെ അന്വേഷിക്കാൻ അതിന് സൂപ്പർവൈസ് ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ടിട്ടാണല്ലോ അദ്ദേഹത്തെ നിർത്തിയിരിക്കുന്നത്. അത് മാത്രമല്ല, വാട്ട് ഈസ് എ പൊളിറ്റിക്കൽ സെക്രട്ടറി? ഹി ഷുഡ് അനലൈസ് ദ പൊളിറ്റിക്സ്, വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ കേരള, ആൻഡ് ഹി ഹാസ് റിപ്പോർട്ട് ടു CM ആൻഡ് ദ പാർട്ടി. അയാൾ ഉത്തരവാദിത്തല്ലേ? ഉണ്ടായിട്ടില്ലല്ലോ. അവിടെ പ്രശ്നം. പലതവണ താങ്കൾ ഉൾപ്പെടെ ആവശ്യപ്പെട്ടിട്ട് നടന്നില്ല. ഇത് താങ്കളുടെ മാത്രം ഒരു പ്രശ്നമാണോ അതോ മറ്റ് MLA-മാർക്കും ഇതുപോലെ ഉണ്ടാവും? അതെനിക്കറിയില്ല. ഈ മന്ത്രിമാർ വെടികൊണ്ട് മരിക്കാൻ തയ്യാറുള്ള MLA-മാർ എത്ര ആളുണ്ടെന്ന് എനിക്കറിയില്ലേ. മനസ്സിലായില്ലേ? അവരെ കുറ്റം പറയാൻ കഴിയില്ല. ഓരോരുത്തരുടെയും ശേഷിയുടെ പ്രശ്നമാണ്. മനസ്സിലായി? ഇത് ചെറിയ കാര്യമില്ലല്ലോ. ഈ ഭരണം പോകും, ഇവരിൽ ബാക്കിയൊക്കെ അവിടെ ഉണ്ടാവുമല്ലോ. ഇവർക്ക് എന്ത് കള്ളക്കേസ് എടുത്തൂടെ? ഞാൻ ഇതിലേക്ക് ഇങ്ങനെ ഇറങ്ങുമ്പോൾ ആലോചിച്ചു. മറ്റേ ചങ്ങാതി പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ, 25 കൊല്ലം എനിക്ക് സർവീസ് ഉണ്ട്, വിനീത വിധേയനായിട്ട് നിൽക്കും. നല്ല ലാഭല്ല കച്ചവടമല്ലേ? ഇപ്പുറത്തേക്ക് ഈ ലെവലിൽ ഇറങ്ങിയാൽ എന്താ സ്ഥിതി? ഇവരൊക്കെ ഇവിടെ ഉണ്ടാവും അല്ലെ? എന്റെ ആയുസ് പടച്ചം നിശ്ചയിക്കപ്പെട്ടതാണ്. മരണം നിങ്ങൾക്ക് നിശ്ചയിക്കപ്പെട്ട സമയത്തേക്ക് ആ മരണത്തിലേക്ക് നിങ്ങൾ നടന്നടുക്കുന്ന പറയുന്നത്. അതുകൊണ്ട് ഞാൻ മരണത്തിന് ഭയപ്പെടുന്നേ ഇല്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു എന്താ ചെയ്യേണ്ടത്. എന്റെ ഉള്ളിൽ എന്നോട് പറഞ്ഞത് ഈ നാട് ഈ കോലത്തിലാണ്, എന്റെ ഉത്തരവാദിത്തമാണ്. അധികാരം എന്ന് പറഞ്ഞതിന് ഒരുപാട് ആൻസർ ഐ ഹാവ് ടു ആൻസർ ടു മൈ ഗോഡ്. അപ്പോ എന്റെ മനസാക്ഷി എന്നെ തള്ളുകയാണ്. പറയൂ എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഭാഗമായിട്ട് പറയാണ്. അദ്ദേഹത്തെ CM പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഞാൻ ഇപ്പതല്ലേ പറയുന്നത്? ഇന്നലെ DGP പറഞ്ഞതാണ്. ഈ പറയുന്നതൊക്കെ അനലൈസ് ചെയ്യണ്ടേ? പെട്ടെന്ന് PV Anwar MLA ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എവിടെ MR അജിത് കുമാർ, വാനങ്ങോട്ട് വിളിക്ക്, ഇറങ്ങിപ്പോ എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അതൊക്കെ എന്റെ വഴിക്ക് നടക്കും. ഇതൊരു സിസ്റ്റം അല്ലേ? പാർട്ടിയുടെ പിന്തുണ എന്താ സംഭവം? ആ പാർട്ടിയിൽ ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് പിന്തുണ. ഐ ആം ദി പാർട്ട് ഓഫ് ദ പാർട്ടി. പിന്നെ എനിക്ക് പിന്തുണ, ഐ ആം ദി പാർട്ട് ഓഫ് ദ പാർട്ടി, ഐ ആം എ വർക്കർ ഓഫ് ദ പാർട്ടി. പിന്നെ എനിക്ക് പിന്തുണ ആവശ്യമില്ലല്ലോ. വീട്ടിൽ വന്നിട്ട് നിങ്ങൾ അച്ഛന്റെ മകനാണോ എന്ന് ആരെയും ചോദിക്കൂ? അച്ഛന്റെ മകനല്ലേ? സർക്കാരിന് വിരുദ്ധമായി ഇങ്ങനെ സേനയിൽ ഒരു വിഭാഗം പ്രവർത്തിക്കുന്നു താങ്കൾ പറയുമ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറിയും അത്തരം വിരുദ്ധ നിലപാട് തന്നെയല്ലേ സ്വീകരിക്കുന്നത്? അതൊന്നും പൊന്നു മകനെ എനിക്കറിയില്ല.
അപ്പൊ പറഞ്ഞ മലയാളത്തിലല്ലേ? ഈ മന്ത്രിമാരുടെ ഫോൺ നല്ല ബുദ്ധി നിങ്ങൾക്കൊക്കെ ഉണ്ടല്ലോ. മന്ത്രിമാരുടെ ഫോൺ കോളുകളൊക്കെ ചോർത്തുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഭരണ സംവിധാനത്തിൽ തന്നെ ചോദ്യം ചെയ്യുന്ന അവസ്ഥയല്ലേ? ആണല്ലോ. എന്നിട്ട് അത് തുറന്നു പോകുമ്പോൾ അത് നമ്മുടെ ഭരണ പരാജയം കൂടിയല്ല, അത് തിരുത്താനാവാതെ പോകുന്നത്. അത് ഭരണപരാജയമാണോ ഭരണത്തിന്റെ നന്മയാണോ? സാധാരണ നമ്മൾ ഈ പറയുന്ന ഇങ്ങനത്തെ ഒക്കെ ക്രൈസിൽ സാധാരണ ഒരു ഗവൺമെന്റ്, നമ്മളൊരു ഉദാഹരണം പറയാം, ഇതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം ഇപ്പൊ ചോർത്തിക്കൊണ്ടിരിക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയൊക്കെ ചോർത്താറുണ്ട്. എപ്പോഴാണ് ഇപ്പൊ ഒരു ഗവൺമെന്റ് ഒരു പാർട്ട് മാറി അപ്പുറത്തേക്ക് പോയി അവിടെ ഗവൺമെന്റ് ഉണ്ടാക്കാനുള്ള ശ്രമം നടക്കുന്നു. സ്വാഭാവികമായിട്ടാണ് ഈ പറയുന്ന ഇന്റലിജൻസ് സ്പെഷ്യൽ ബ്രാഞ്ചൊക്കെ ചിലപ്പം അങ്ങനെ പോകാൻ സാധ്യതയുള്ള നേതാക്കന്മാരുടെ MLA-മാരുടെ ഒക്കെ അങ്ങനത്തെ ഒന്നും സംഭവം കേരളത്തിലില്ലല്ലോ. ഇത് സാധാ സീതാ നടന്നു പോകുന്ന ഒരു ഭരണകർത്താക്കൾ ആരൊക്കെയാണ് വിളിക്കുന്നത്. ഇപ്പം ഒറ്റ കാര്യം പറഞ്ഞു, ഇടവണ്ണ കേസ്, ഇടവണ്ണ ആ വെടിവെച്ച് അതിലേക്ക് വരുന്നുള്ളൂ, ഒന്നും ഇപ്പം പറയുന്നില്ല. ഒറ്റ ഉദാഹരണം പറയാം. ആ കേസ് ആദ്യം നല്ല സ്ട്രെയിറ്റ് ആയിട്ട് സത്യസന്ധമായിട്ട് പോയിരുന്നത്. ആ കേസ് അന്വേഷിച്ചിരുന്നത് ബിജു ആണ്, തിരൂര് SP DYSP. അദ്ദേഹത്തിന്റെ ഫോണ് മുഴുവൻ ചോർത്തിയാല് സുജിത് ദാസ് അവനെ വിളിപ്പിച്ചു. നിങ്ങൾ കേട്ടോ, ഉത്തരവാദിത്തത്തിൽ കൂടി പറയുന്നത്. ഫോൺ കോൾ ഇങ്ങനെ ആ ലിസ്റ്റ് കാണിച്ചു കൊടുത്തു. ഞാൻ എന്താണോ മനസ്സിലായല്ലോ എന്ന്. അപ്പൊ ഞാൻ എന്താണോ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് കേസ് നടത്തിക്കൊന്നത്. സുജിത് ദാസിന്റെ ആ കേസിലെ ഇന്റൻഷൻ എന്താണ് അതിന് അനുസരിച്ച് നടത്തിക്കൊന്നു. അപ്പോ ആരമുണ്ട്? ബിജു ഇപ്പൊ തിരുവാലക്കാരൻ, എന്റെ നാട്ടുകാരൻ, ഇടവണ്ണ പഞ്ചായത്ത്. ഇപ്പൊ നമ്മളെ പോലീസുകാരൻ മരിച്ചില്ലേ, അത് നമ്മളെ പഞ്ചായത്തിന്റെ പത്തപിരി ശ്രീകുമാർ ബാക്കിൽ വരുന്നുണ്ട്. അതെ, അതാ പറഞ്ഞ് കൊന്നിട്ടുണ്ട്, കൊല്ലിച്ചിട്ടുണ്ട്, ആത്മഹത്യ ചെയ്യിച്ചിട്ടുണ്ട്, നാട് വിട്ടിട്ടുണ്ട്, ജോലി രാജിവെച്ച് പോയിട്ടുണ്ട്, മാനസിക രോഗികളായ പോലീസുകാരുണ്ട്. ഇതൊക്കെ ഇവിടെ ഉണ്ടല്ലോ. അതെ അതെ അതെ, അതൊക്കെ ബോംബെ സ്റ്റൈലാണ്. മരിച്ചോ മരിച്ചു, വെടി വെച്ചതാരാണ്, വെടി വെപ്പിച്ചതാരാണ്, വരാൻ പോകുന്നേ ഉള്ളൂ. ഈ MR അജിത് കുമാറിന്റെ ഈ ക്രമക്കേടുകളെ കുറിച്ച് പി ശശിക്ക് ബോധ്യമുണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അയാളും ഭക്ഷണമല്ലേ കഴിക്കുന്നത്. പിന്നെ അങ്ങനെ പി ശശി നമ്മളെയൊക്കെ പോലെ ഭക്ഷണം കഴിക്കുന്നത്, മകളുടെ ബുദ്ധി ഉള്ളൊരു വ്യക്തിയല്ലേ. പിന്നെ അപ്പൊ അങ്ങനെ അറിയാതെ പോകാൻ സാധ്യത ഉണ്ടോ? പിന്നെ അങ്ങനെ ബോധ്യമുണ്ടായിട്ട് പി ശശി എന്തിനാണ് MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്നത്? അല്ല, അത് നിങ്ങൾ അന്വേഷിക്കും. ആ ഒരു പണി നിങ്ങൾ എടുക്ക്. ഇത്രയും പണി അടുത്തില്ലേ? ഇപ്പോ MR അജിത് കുമാർ കൊല്ലിച്ചിട്ടുണ്ട്, അവരെ ആളുകളെ, പ്രതികളെയും അതിന്റെ ആളുകളെയും കൊണ്ടുവരും എന്ന് പറഞ്ഞത് അത് എവിടുത്തെ കേസാണ്? അല്ല, അത് നമുക്ക് പിന്നെ പറയാം. വഴിയെ വരും. നിങ്ങളിതില് ആത്മാർത്ഥമായി എന്നെ നിങ്ങൾ സഹായിക്കണ്ട. എന്റെ കാര്യങ്ങൾ ഇത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടും, അതൊരു തർക്കമില്ല. ഞാൻ അത്രയും നല്ല ആളൊന്നുമല്ലല്ലോ. അപ്പൊ എന്റെ പിന്നാലെ കൂടാൻ നിങ്ങൾക്ക് ഇനിയും സമയമുണ്ട്. അത് നിങ്ങൾ വിട്ടേക്ക്. നമ്മൾ ആദ്യമില്ല ആ പൊസിഷനിൽ തന്നെ നമുക്ക് നിൽക്കാം, അതിനെനിക്ക് കുഴപ്പമില്ല. ഈ വിഷയം ദയവായി ഞാനാണ് ഉന്നയിക്കുന്നത് എന്ന നിലക്ക് നിങ്ങളതിനെ കാണുന്നത്, അത് നിങ്ങൾ കൊണ്ടുപോയിക്കോ. ഇത് നിങ്ങൾ ഈ സമൂഹത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം. നമ്മുടെ ഈ നാടിന് വലിയ അപകടത്തിലേക്കാണ് പോകുന്നത്. ഇതൊക്കെ റിപ്പീറ്റ് ചെയ്യും. ഇനിയൊരു ഗവൺമെന്റ് വന്നാൽ ഇതൊന്നും കണ്ടെത്താൻ കഴിയില്ല. ഇതത്ര വലിയ മാഫിയ സംഘങ്ങളാണ്. ഞാൻ ആദ്യം പറഞ്ഞ ഒരു സോഷ്യൽ ഓഡിറ്റിംഗും ഇല്ലാത്ത ജനാധിപത്യത്തിലെ സംവിധാനം എന്ന് പറയുന്നത് എന്താ? ഒന്ന് പോലീസാണ്, വേറൊന്ന് മിലിറ്ററിയാണ്. ഒരു വില്ലേജ് ഓഫീസർ ന്യായമായിട്ടുള്ളൊരു കേസിന് ഒരു നികുതി ഷീട്ട് കൊടുത്തില്ല, അവിടെ പാർട്ടി പ്രവർത്തകർ, ജനങ്ങൾ, പൊതുപ്രവർത്തകർ ഇടപെടില്ല. എന്താണ് വില്ലേജ് ഓഫീസറെ നിങ്ങളെ കൊടുക്കാത്തെന്ന് ചോദിക്കില്ലേ? പോലീസ് സ്റ്റേഷനിലേക്ക് എത്ര ആള് പോകും? അവിടെ പോയി 2 ശബ്ദമിട്ട എന്താ സ്ഥിതി? അവിടെ ഔദ്യോഗിക കൃത്യവേണം നടപ്പിലാക്കിയാണ് ആ വാതിലിന് തുറക്കുന്നതാണ്. ഏത് വാതില്? മറ്റേ കമ്പിട്ട വാതിലില്ലേ, അതിനുള്ളിൽ കണാക്കും, ട്രൗസർ ഊരിയാടെ നിർത്തും. എത്ര ആള് പോകും? ഈ തമ്മാടിത്തം ഇവിടെ നടക്കുന്നതിന്റെ കാരണം ഈ സോഷ്യൽ ഓഡിറ്റിങ്ങിന് വഴിയില്ലാത്തതുകൊണ്ടാണ്. പൊതുപ്രവർത്തകർ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങാത്തോടത്തോളം കാലം ഈ അരാജകത്വം ഇവിടെ തുടങ്ങും. ഉദ്യോഗസ്ഥ ഈ പറയുന്ന സ്വജനപക്ഷപാതം ഉണ്ടാവും. നീതി ഇവിടെ നടപ്പിലാവില്ല. വളരെ അപൂർവ ആളുകൾക്ക് നീതി നടപ്പാക്കാൻ സാധിക്കൂ. പോലീസ് സ്റ്റേഷനുകൾ ഈ പറയുന്ന ഒരു ക്രിമിനൽ സംഘങ്ങളുടെ കയ്യിലേക്ക്, അത് നയിക്കുന്നവരുടെ കയ്യിലേക്ക് കൊടുത്താൽ ഈ പുതിയ തലമുറ കയറി വരുന്ന പോലീസുകാർ എന്താ കാണുന്നത്? ഈ സാജൻസ് കരയിൽ നിന്ന് കാശ് വാങ്ങിയവൻ, ഈ രാജ്യദ്രോഹിയിൽ നിന്ന് കാശ് വാങ്ങിയവൻ ഈ സേനയെ നയിച്ചാൽ ഇതൊക്കെ താഴെയുള്ളവർക്ക് അറിയില്ലേ? ഈ കോക്കസിൽ അറിയില്ലേ? ഞാൻ ഇപ്പൊ രാവിലെ 8 മണിക്ക് എന്റെ വീട്ടിന്റെ പരിസരത്ത് ഒരു IPS ഓഫീസറെ കണ്ടിട്ടാ വരുന്നത്. എന്തെല്ലാം ഇൻഫർമേഷൻ!
എന്നെ നേരിട്ട് ബന്ധപ്പെടാൻ കഴിയാത്തവർ പല വഴിക്കും നമ്മൾ ആക്സസ് ചെയ്യുന്നു. എന്തല്ല ഈ നാട്ടിൽ നടക്കുന്നത്? അപ്പൊ ഞാനിപ്പോ ഇത് നിർത്തണോ? ഞാനിത് ആകാശം ഇടിഞ്ഞു വിടാൻ നിർത്തില്ല. അല്ല, ശശിധരൻ വേറൊരു രീതിയാണ്. ശശിധരൻ യഥാർത്ഥത്തിൽ ഈ ഫോൺ കോളിൽ നിങ്ങൾക്ക് കേൾക്കാം സുജിത് ദാസ് പറയുന്നത്. എന്താ പറയുന്നത്? ശശിധരൻ അങ്ങനെ മണ്ണും കല്ലും പിടിച്ച് അങ്ങനെ ഓടട്ടെ. DGPയുടെ എല്ലാ കൊട്ടേഷനും നടത്തി കൊടുക്കാനാണ് അവൻ മണ്ണിന്റെ പിന്നിൽ പോണത്. ഈ സ്റ്റേറ്റ്മെന്റിൽ അത് സുജിത് ദാസ് പറയുന്നുണ്ട്. ഈ കോളാണോ എന്ന് എനിക്കറിയില്ല, കാരണം ഈ കോളോണ്ട് ഞാൻ കൺഫ്യൂസ്ഡാ. സുജിത് ദാസ് പറയുന്നുണ്ട് ഈ MR അജിത് കുമാർ കൊല്ലേണ്ടി വന്നാൽ കൊല്ലും, പിന്നെന്താ കൊല്ലിക്കുന്നു. ഇത് പറയുന്നുണ്ട്. ഇതിലാണെന്ന് അറിയില്ല. നിങ്ങൾക്ക് പണിയുണ്ട്, ഇനിയും വരുന്നുണ്ട് സാധനം. ആരാ പറയുന്നത്? ഒരു IPS ഓഫീസർ, കേരളത്തിന്റെ ഏറ്റവും ഉന്നതനായ പോലീസ് ഓഫീസർ പറയാം അയാൾ കൊല്ലും ചെയ്യും, കൊല്ലിക്കും ചെയ്യും കേട്ടോ. ആ വാക്കിൽ ചെറിയ ഒന്ന് കൊല്ലുമെന്നല്ലേ ക്ലിയറാ. രണ്ടാമത്തെ വാക്ക് എനിക്ക് മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്നില്ല. പാർട്ട് ഓഫ് ദാറ്റ്. ഞാൻ മിനിയാന്ന് ആരെ പത്രക്കാർ ചോദിച്ചു സുജിത് ദാസ് ഈ സ്വർണ്ണക്കേസിൽ പൈസ ഉണ്ടായി. ഞാൻ എനിക്കറിയില്ല ആ കാര്യം. എനിക്കന്ന് അറിയില്ലായിരുന്നു. കുറെ ഇൻഫർമേഷൻ എൻ്റെ അടുത്തുണ്ടായിരുന്നു, പക്ഷെ അത് എനിക്ക് കിട്ടിയത് രണ്ടും കൂടി മാച്ച് ആവുന്നില്ലേ. അപ്പൊ നമ്മൾ അറിയാത്തൊരു കാര്യത്തെ കുറിച്ച് പറയാൻ പറ്റില്ലല്ലോ. പക്ഷേ ഇന്നലെ രാത്രിയോട് കൂടിയിട്ടാണ് മിനിയാന്ന് രാത്രിയോട് കൂടിയിട്ട് ക്ലിയർ പ്രൂഫ് എവിഡൻസ് കസ്റ്റംസ് ഇവർ ട്രാൻസ്ഫർ ചെയ്ത വാട്സാപ്പ് മെസ്സേജുകൾ കസ്റ്റംസ് ഓഫീസേഴ്സ് വരാമക്കതേക്ക് അടക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, പാർട്ടിയുടെ പരാതി പട്ടിക ചോദിച്ചപ്പോൾ പറഞ്ഞല്ലോ, ശശി എന്ന് പറയുന്നത് പാർട്ടിയുടെ നേതാവും പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. അപ്പൊ അദ്ദേഹത്തോട് പറയുമ്പോൾ പാർട്ടിയിലെ പരാതിയായി, പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ പരാതിയായി. അദ്ദേഹത്തിനെതിരെ ഞാൻ ആർക്കെതിരല്ല. ഞാൻ ജനങ്ങളോട് എനിക്ക് കിട്ടിയ അറിവ് പങ്കെടുക്കുക, ആർക്കെതിരല്ല. എന്നെ സഹായിക്കാമെന്ന അതായത് ഈ ക്രമക്കേടുകളെല്ലാം പുറത്ത് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന കുറെ ഉദ്യോഗസ്ഥരുണ്ട്, ബഹുഭൂരിപക്ഷം. അതായത് IPS റാങ്കിലെ ഒരു അക്കോർഡിംഗ് ടു മീ ഞാൻ മനസ്സിലാക്കുന്ന ഒരു 70% ആളുകൾ ഇത് പുറത്തു വരണം. അതിന് താഴെ 99.9%. ഈ ആ 0.% എന്ന് പറയുന്നത് ഈ ഡാൻസ് ഓഫ് പോലത്തുള്ള ഇവരുടെ ഈ ക്രിമിനൽ സംഘം മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ഈ മാധ്യമപ്രവർത്തകരുടെ ഫോൺ അടക്കം ചോർത്തുന്നു എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് ഈ ജോലിമായി മുന്നോട്ട് പോകാൻ കഴിയും? വളരെ പ്രയാസമാണ്. അതിന് തെളിവുകളുണ്ടോ? തെളിവുണ്ടോ? ഇതൊക്കെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അന്വേഷണ വിധേയമാകില്ല. ഞാനിതെല്ലാം കഴിഞ്ഞിട്ട് ഞാനൊരു ഡീറ്റെയിൽ സ്റ്റേറ്റ്മെന്റ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഞാൻ സമർപ്പിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിക്ക് തന്നെ സമർപ്പിക്കും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട്. എന്നിട്ട് എന്റെ ഡിമാൻഡ് അതില് ഈ പറയുന്ന കാര്യങ്ങള് ഒരു റിട്ടയർഡ് ജഡ്ജിയുടെ നേതൃത്വത്തിൽ പോലീസിലെ ഏറ്റവും ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടാക്കിയിട്ട് വിശ്വസ്തരായ ഈ നാടിനോട് കമ്മിറ്റ്മെന്റുള്ള IPS ഓഫീസർമാർ, പോലീസുകാർ, DYSമാർ, CIമാർ, SIമാർ കൂടുന്ന ഒരു കൃത്യമായ സംഘത്തെ ഉണ്ടാക്കി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മോണിറ്ററിംഗിൽ ഈ അന്വേഷണം നടത്തണമെന്നുള്ള അപേക്ഷ കൊടുക്കും. ചോദിക്കാണ് അൻവറിന് ഇത് പരസ്യമാക്കുന്നതിന് മുൻപ് എന്നോടൊന്ന് പറഞ്ഞുകൂടായിരുന്നു എന്നൊരു ചോദ്യം വരില്ല സ്വാഭാവികമായിട്ടും? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങനെ ചോദിക്കാനുള്ള സാധ്യതയില്ല. അയാള് നിങ്ങളൊക്കെ എന്തൊക്കെ പറഞ്ഞോ, ഞാൻ മനസ്സിലാക്കിയ എന്റെ മുഖ്യമന്ത്രി അയാള് അങ്ങേയറ്റം സത്യസന്ധനായി ജീവിക്കുന്ന വ്യക്തിയാണ്. അങ്ങേയറ്റം. അയാളിൽ നിന്ന് അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. ഒന്നും കൂടി തന്നെ പാർട്ടിക്ക് മുകളിൽ എന്താ ചോദ്യം? ഏത് ചോദ്യത്തിന്റെ ഉത്തരം? അല്ല നിക്കട്ടെ, അവിടെ നിൽക്കട്ടെ. ചോദ്യം എന്താ? ഈ പത്രസമ്മേളനമൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇരിക്കുന്ന പത്രക്കാരൻ ചോദിക്കുന്നു, PV അൻവർ പാർട്ടിക്ക് മുകളിലേക്ക് വളരുന്നു. എന്താ മൂപ്പര് പറയാം? വളരുന്നുണ്ടെന്നോ? ആണോ? ഇറ്റ്സ് എ കോമൺ ക്വസ്റ്റ്യൻ, ഇറ്റ്സ് എ കോമൺ ആൻസർ. പാർട്ടിക്ക് മുകളിൽ ആരും വളരൂല. അതിങ്ങനെ അങ്ങോട്ട് വളക്കുക. ആ വളവ് എൻ്റെ അടുത്ത് നിങ്ങൾ വളച്ചോ, അത് ഞാൻ നീർത്തും. മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തും ചോദിക്കാം കേട്ടോ. യു ക്യാൻ ആസ്ക് എനി ക്വസ്റ്റ്യൻ. പിന്നെ നമ്മൾ സംവിധാനം തന്നെ ഒരുക്കിയിട്ടില്ലേ?
ഓഡിയോ അതിന് നമുക്ക് ഓഡിയോ ഒന്ന് കേൾക്കാം. അപ്പൊ നമുക്ക് ചിലതൊക്കെ ചോദിക്കണ്ടാവും. ഇതാണ് ആ 32 മിനിറ്റ് എന്ന് പറഞ്ഞത്. ആ ഇതുമായി ബന്ധപ്പെട്ടതല്ല. ഇന്നലെ ഒരു വാർത്ത ചോദിക്കുന്നു. ഇന്നലെ ACC മെമ്പർ സീനിയർ ഹോസ്പിറ്റലിൽ കോൺഗ്രസിൽ പവർ ഗ്രൂപ്പ് ഉണ്ട് എന്നൊരു പ്രസ്താവന നടത്തി. അയ്യോ, എനിക്ക് ആ പാർട്ടിനെ പറ്റിയ ഒന്നും അറിയില്ല. കോൺഗ്രസിലെ പവർ ഗ്രൂപ്പ് അല്ലേ? സിനിമയിലേക്കാൾ മോശമാണെന്നാണ് പറയുന്നത്. എന്റെ അമ്മച്ചിയെ, ഇതൊക്കെ നടക്കും. അപ്പൊ നമുക്കിത് വെക്കാം അല്ലേ? മാറിപ്പോയാലും പ്രശ്നമാണ്. പുറത്തിറങ്ങിയത് എങ്ങനെയാണല്ലോ. പുറത്തിറങ്ങിയത് എങ്ങനെയാണല്ലോ. തിരക്ക്. പിന്നെ ഈ ആളുകളിൽ വണ്ടിയിൽ നിന്നൊന്നും ഇപ്പൊ സംസാരിക്കാൻ കഴിയില്ലല്ലോ. നിങ്ങൾക്കൊക്കെ അറിയാലോ. ശരിക്കും നമ്മളെ താനൂർ ഇഷ്യൂ എങ്ങനെയാ മരിച്ചത്? അവന്റെ മരണകാരണം എന്താ?